പറയായിരുന്നോ? ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തായിട്ട് അച്ഛൻ പുറത്താക്കിയ സമയത്ത് മാമൻ എന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാമൻ എന്നോട് പറഞ്ഞു നീ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ പാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെറുതെ പോയതാ. ഇത് രസമായിട്ട് പറഞ്ഞു അച്ഛൻ എന്നെ പുറത്താക്കിയ സമയത്ത്. ഇതൊക്കെ ഒരു എല്ലാവർക്കും അറിയാവുന്നു. അല്ല ശരിക്കും നമുക്ക് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിച്ചില്ലല്ലോ, അതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. പഠിച്ചോണ്ടിരുന്ന സമയമല്ല എനിക്ക്, പഠിച്ചില്ല. അതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്യായിരുന്നു. ശരി, അങ്ങനെ കേട്ടല്ലേ? അങ്ങനെ അച്ഛൻ പുറത്താക്കി. അതല്ലേ ഈ കുക്കിംഗ് ഒക്കെ അറിയാവുന്നേ. അല്ല ഞാൻ സ്ത്രീകളെ സംബന്ധിച്ചല്ലേ പറഞ്ഞു, ആണുങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്ത വേറെ വഴിയില്ലല്ലോ. പുറത്തുനിന്ന് വാങ്ങിക്കാൻ കാശുപോലില്ല ഭക്ഷണം, അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയേ പറ്റൂ. അല്ല ശരിക്കും ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്ട്രഗിൾ അല്ലായിരുന്നു അത്യാ? നമുക്ക് ഏത് സ്റ്റെപ്പ് എടുക്കണം, എന്തെടുക്കണം, അങ്ങനെ ഒരു ഫേസ് എനിക്കില്ല ചേച്ചി. ശരിക്കും അപ്പൊ ലൈഫിൽ അങ്ങനെ ഡിസിഷൻസ് ഇല്ലേ ഇല്ല ചേച്ചി? എന്ന് പറഞ്ഞ ചുമ്മാ പറയല്ലേ, നമ്മൾക്ക് പ്ലെയിൻ ആയിട്ട് അങ്ങ് പോകാനൊക്കെ ജീവിതത്തില്. അങ്ങനെ ഞാൻ പറഞ്ഞ ആ സമയത്താണ് ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്കില്ല. കാരണം അങ്ങനെ 20, 21, 22 വയസ്സ് വരെ പഠിക്കും. എന്തിനാ പഠിക്കുന്നത് അറിഞ്ഞൂടാ. ഓക്കെ, എന്റെ കൂടെ ഉള്ളത് ഞാൻ പഠിക്കണമെന്ന് അറിഞ്ഞൂടാ. ഈ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ജീവിതം ഭയങ്കര സുഖമായിരിക്കും. പിന്നെയല്ലേ കഷ്ടപ്പാട്. കല്യാണം കഴിക്കണം. ഇപ്പൊ പെണ്ണ് കിട്ടാൻ ജോലിയുള്ളവന് പെണ്ണ് കിട്ടുന്നുണ്ടോ? ഇല്ല. പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടോ? ഇല്ല. എത്ര പേരെ കേൾക്കുന്നറിയാമോ? ഉള്ള നേരമൊക്കെ ഇങ്ങനെ പറയുവാന്നോ? നേരൊന്നും അല്ല, ഇതൊക്കെ ചുമ്മാ പറയുന്ന. ചേച്ചി ഇതാണ് ശരാശരി. ചേച്ചി സുഖിച്ച് ജീവിക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? ജീവിക്കുന്നില്ല, ദൈവാനുഗ്രഹിച്ച ഒരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ കിട്ടുന്ന എത്ര പേരുണ്ട്, നല്ലൊരു കുടുംബം കിട്ടുന്നത്. എല്ലാം നന്നായി വരുന്ന ആരുണ്ട്? എല്ലാരും നല്ലതായിട്ടായിരിക്കുന്നത്. ഓലൊക്കെയാണ്.